ആർത്തവ വിരാമഘട്ടം മെനപ്പോസിന്റെ സമയത്തും അതിനു മുന്നേയും സ്ത്രീകൾ വളരെയേറെ പ്രയാസഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അത് കഴിഞ്ഞാലും മുന്നേ ഈ മെനപ്പോസ് എന്ന സമയത്ത് നമുക്കത് ആ ഉറക്കത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഉറക്കം വരാതെ വെറുതെ കിടക്കുന്ന നമ്മുടെ ആ മനോഭാവത്തിൽ തന്നെ മാറ്റം വരുന്നൊരു സമയമാണ്. അപ്പൊ ഇതിന് നമ്മൾ സ്വയം തന്നെ നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ കാര്യങ്ങൾ മാറ്റിവെക്കുക. നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കുറച്ചു സമയം നമുക്ക് വേണ്ടി നമ്മളെ നോക്കാനായിട്ട് നമ്മൾ മാറ്റിവെക്കുക. ഈ സമയത്ത് ചെയ്യാനായിട്ട് ഈ പ്രയാസങ്ങളെ കുറയ്ക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്തെല്ലാം ഒന്ന് നോക്കാം. എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായ ഓരോ കാര്യങ്ങൾ, ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യാം. നമ്മള് ഒരു ആക്റ്റീവ് ആവുക, നമ്മൾ സ്മാർട്ടായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക, മനസ്സിന് ശക്തി കൊടുക്കുക. മനസ്സിന് ശക്തി കൊടുക്കാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രാണായാമവും മെഡിറ്റേഷനും ഒക്കെ ശീലമാക്കുക. അപ്പൊ നമുക്ക് കൂടുതൽ സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ എല്ലാത്തിനെയും എനിക്ക് അതിജീവിക്കാൻ പറ്റുമെന്ന കരുത്തോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഏറ്റവും പ്രധാനമായത് നമുക്ക് കൂടുതൽ ആങ്സൈറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന നമ്മൾ ഓരോ കാര്യങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക, അല്ലെ? നമ്മൾ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച്, അതാണ് നമ്മൾ ഏറ്റവും ഈ സമയത്താണ് നമ്മൾ മുന്നേയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെട്ടിരിക്കും. വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാം, അതൊക്കെ നമ്മൾ ആലോചിക്കുകയും ഉത്കണ്ഠയും ഒക്കെ അതിലൂടെ നമുക്കുണ്ടാകുന്നത്. അപ്പൊ കൂടുതൽ അമിതമായ ഓരോ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ച് കണ്ട കാര്യങ്ങളെല്ലാം വലിച്ചെടുത്ത് നമ്മളെ സ്ട്രെസ്സും ടെൻഷനും വരുത്താതെ നമ്മളെ സമാധാനപരമായി ഓരോ കാര്യങ്ങൾ ആലോചിച്ച് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ജോലിയുള്ളവരാണെങ്കിൽ ജോലിക്ക് പോകുന്നത് കൊണ്ട് വേറെ കാര്യങ്ങളില്ല. വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ മറ്റു ജോലിയുണ്ട് കുറെ നേരം, എന്നിരുന്നാലും വേഗം അത് ചെയ്ത് തീർത്ത ശേഷം നമുക്ക് വരുമാനപ്രദമായ അല്ലെങ്കിൽ അത് വേണ്ട വരുമാനം വേണ്ടെങ്കിൽ ഹോബികളായാലും നമുക്ക് എന്തെങ്കിലും നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിയുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുക. സ്ത്രീകളുടെ ഈ പ്രയാസമേറിയ ഘട്ടത്തിന് ആശ്വാസമേകാനായിട്ട് ഒരു ശ്വസന വ്യായാമം ഇതിലൂടെ പഠിക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു കസാരയിലിരിക്കാം, കണ്ണുകൾ അടച്ചു വെക്കാം, കൈപ്പത്തി മടിയും മലർത്തി വെച്ചിട്ട് ഈ ശ്വസനക്രിയയിൽ നമുക്ക് ശ്വാസം എടുക്കുന്നത് 4 എന്ന് എണ്ണിയിട്ടാണ്. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമുക്ക് ഓം എന്ന് ഉച്ചരിക്കാം. ആ ഓംകാരം നമ്മുടെ ബ്രെയിനിന് ഏറ്റവും നല്ലതാണ്. നമ്മുടെ ശരീരത്തെ ഒക്കെ എനർജറ്റിക് ആക്കാനും ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പൊ ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഇരിക്കുക, നമുക്കത് ബെഡിലിരിക്കാം, നിലത്ത് മാറ്റ് വിരിച്ച് ഭിത്തിയിലൊക്കെ ചാരി ഇരിക്കുന്നവർക്ക് ഇരിക്കാം, ചമ്രപ്പടിയിട്ട് ചിന്മുദ്രയിൽ ഇരുന്ന് ചെയ്യാം, എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. എല്ലാവർക്കും അവരുടെ സൗകര്യപ്രദമായ രീതിയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാം. ശ്വാസം എടുത്ത് വിടുമ്പോൾ ഓംകാരം ഓം എന്ന് ഉച്ചരിക്കാം. അപ്പൊ നമ്മൾ 4 എന്ന് കൗണ്ട് ചെയ്യും. ശ്വാസം വിടുമ്പോൾ ഓംകാരം. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കാം. ശ്വാസം എടുക്കാം. 1 2 3 4. ശ്വാസം വിടുമ്പോൾ ഓം. വീണ്ടും ശ്വാസം എടുക്കാം. ശ്വാസം വിടുമ്പോൾ ഓം. അപ്പൊ ഇത് നമ്മൾ ചെയ്തു നോക്കുക. അപ്പം മനസ്സിനെ ശാന്തമാക്കാനും അതുവഴി ശരീരത്തെ ശാന്തമാക്കാനും നമുക്ക് ആ ജീവിക്കുന്ന ആ ചുറ്റുപാടിൽ നിന്നും നമുക്ക് കൂടുതൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമ്മളെ പ്രാപ്തമാക്കാനും സ്വയം നമ്മൾ തന്നെ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ച് ഇത് പരിശീലിക്കാനായിട്ട് ശ്രമിക്കുക.